തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഇന്ന് രാവിലെ ചുമതലയേറ്റു. ജില്ലയിലെ എല്ലാ മുതിർന്ന നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിലായിരുന്നു ചുമതല ഏറ്റെടുത്തത്. ഇപ്പോൾ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചൊക്കെ ജില്ലയിലെ ഏറ്റവും സമ്പന്നരായ നേതാക്കളുമായിട്ട് പിന്നീട് വിശദമായ ചർച്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം ജില്ലയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുമായിട്ട് വളരെ വിശദമായ യോഗം നടത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം ഒരു കനത്ത തിരിച്ചടിയാണെന്ന് സ്വാഭാവികമായിട്ടും വിലയിരുത്തപ്പെട്ടതാണ്. ആ തിരിച്ചടികളും തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള അപാകതകളും പോരായ്മകളും പരിശോധിക്കുന്നതിനായിട്ട് KPCC ഒരു സമിതിയെ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഉപസമിതി ശ്രീ KC ജോസഫ് മുൻ MLA, അഡ്വക്കേറ്റ് T സിദ്ദീഖ് MLA, KPCC എക്സിക്യൂട്ടീവ് അംഗം ശ്രീ R ചന്ദ്രശേഖരൻ എന്നീ 3 പേരടങ്ങുന്ന ഒരു സമിതിയാണ്. ഈ സമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്താൻ നേതാക്കളെ ഭാരവാഹികളെ നേരിട്ട് കാണുന്നതിന് 18-ാം തീയതി രാവിലെ 10 മണിക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ എത്തുന്നതാണ്. ഈ കമ്മിറ്റിയുടെ അന്വേഷണം ആദ്യം ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരുമായിട്ടാണ്. എന്താണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അപാകതകൾ, നമ്മളുടെ പരാജയത്തിനുണ്ടായ സാഹചര്യങ്ങൾ എന്താണ് എന്ന് വിലയിരുത്താൻ വേണ്ടി വരുന്ന കമ്മിറ്റി. ഇപ്പോൾ ജില്ലയിലെ സീനിയർ നേതാക്കന്മാരെ ഒറ്റയ്ക്ക് കണ്ട് വിശദമായ ചർച്ച നടത്താനാണ് സമിതിയുടെ തീരുമാനം. ഈ കാര്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെയും നേതാക്കളെയും ആവശ്യപ്പെട്ടു. ഉച്ചയ്ക്ക് ശേഷം 18-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ജില്ലയിലെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 അസംബ്ലി മണ്ഡലത്തിൽ 14 ബ്ലോക്ക് പ്രസിഡന്റുമാരെ നേരിട്ട് ഇതുപോലെ കാണുകയും തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രവർത്തനം വിശകലനം ചെയ്യുകയും ചെയ്യും. പിന്നെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മറ്റ് നേതാക്കൾ എല്ലാവരെയും ഈ ഉപസമിതി നേരിട്ട് കാണുന്ന അറിയിച്ചിട്ടുണ്ട്. അത് മറ്റൊരു തീയതിക്കായിരുന്നു. ഇപ്പോൾ 18-ാം തീയതി ഈ ഉപസമിതി വരുന്നതും അതുപോലെ ഈ നേതാക്കന്മാരുടെ ചർച്ച നടത്തുന്നതും ജില്ലയിലെ നേതാക്കളെ അറിയിച്ചു. മാത്രമല്ല, ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു പ്രവർത്തകർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം നമ്മൾ പരാജയപ്പെട്ടതിൻ്റെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും ആളുകളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വിവരിച്ചാൽ എന്താണെങ്കിലും അത് ചൂണ്ടിക്കാണിച്ച് രേഖാമൂലം എഴുതി സമർപ്പിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് സമിതിക്കുള്ള കത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചാൽ അത് നൽകും, നേരിട്ട് നൽകും. പക്ഷെ 18-ാം തീയതി ഈ നേതാക്കന്മാരെ കാണുന്ന സമയത്തും ബ്ലോക്ക് പ്രസിഡന്റുമാരെ കാണുന്ന സമയത്തും ഇത്തരത്തിലുള്ള പരാതിക്കാരെ ആരെയും അനുവദിക്കുന്നതല്ല. നേരിട്ട് കാണാനോ അതല്ലെങ്കിൽ അഭിപ്രായമോ നിർദ്ദേശമോ കൊടുക്കാനുള്ളവർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർക്കും അവസരം ഉണ്ടാകും. മൊത്തത്തിൽ നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടി, രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടിയാണെങ്കിലും സംഘടനാപരമായിട്ടാണെങ്കിലും വളരെയധികം ആഴത്തട്ട് തന്നെ പരിശോധിക്കാൻ KPCC ഉപസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ശേഷം അവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ തൃശ്ശൂരിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിലും വേണ്ട മാറ്റങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ഉൾക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളോ ഉണ്ടാകും. ഇപ്പോൾ പാർട്ടി വളരെ ഗൗരവപൂർവ്വമാണ് തൃശ്ശൂരിലെ പരാജയം കണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ UDFന് അനുകൂലമായ വലിയ ഒരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. 18 സീറ്റുകൾ വിജയിച്ചിട്ടും ഇവിടെ ഉണ്ടായ തിരിച്ചടി ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യമാണ്. അതെന്തായാലും പ്രഥമ ദൃഷ്ടിയ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള യാതൊരു അപാകതയും ഇല്ലാതെ പാർട്ടിയെ സജ്ജമാക്കാനാണ് സംഘടനാ ചുമതല എനിക്ക് നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് സീനിയർ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തു. നമ്മുടെ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ ജില്ലയിലെ ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ രണ്ടുപേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഒ അബ്ദുറഹ്മാൻ കുട്ടി, രണ്ട് പഞ്ചായത്ത് രാജ് കോർഡിനേഷൻ നേരത്തെ നടത്തിയിട്ടുള്ള മുൻ MLA കൂടിയായ ശ്രീ അനിലാകെ. ഇവർ രണ്ടുപേരും കോർഡിനേറ്റർമാരായി ഒരു ഉപസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഉപസമിതിയിലെ മറ്റംഗങ്ങളെ മറ്റ് നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് നാളെ തന്നെ പ്രഖ്യാപിക്കും. ഇവരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കൽ, പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക, രണ്ട് ഡീലിമിറ്റേഷൻ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻ, അത് കൃത്യമായിട്ട് ഓരോ പഞ്ചായത്തുകളിലും പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ നടപടിയെടുക്കാനും ആണ് ഈ ഉപസമിതി തീരുമാനിച്ചത്. രണ്ടാമത്തെ കാര്യം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ 21-ാം തീയതിയാണ് ആദ്യഘട്ടം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി. ഇതിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ഭാരവാഹി എല്ലാ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റികളുടെയും ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു DCC ഭാരവാഹികൾക്ക് ഒരു കോൺഗ്രസിന്റെ മണ്ഡല കമ്മിറ്റിയുടെ ചുമതലയാണ് വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട്. അടുത്ത ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വളരെ വിശദമായി ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹി നേതൃത്വത്തിൽ സമർപ്പിക്കും. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിച്ചു. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ചയും പരാജയവും ഒക്കെ വികൃതമാക്കി ചിത്രീകരിച്ചു. ചില നേതാക്കന്മാരെ കോർണർ ചെയ്തുകൊണ്ട് ഒരുപാട് കുപ്രചരണങ്ങൾ ജില്ലയിൽ പലയിടത്തുമായി നടക്കുന്നു. പ്രത്യേകിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് ചുറ്റും പോസ്റ്റർ ഒട്ടിക്കുക, പാർട്ടിയുടെ പല ഓഫീസുകൾക്ക് മുമ്പിൽ രാത്രി കാലങ്ങളിൽ പോയി പോസ്റ്റർ ഒട്ടിക്കുക. ഇത് ചെയ്തത് മുഴുവൻ പാർട്ടി പ്രവർത്തകരാണെന്നില്ല. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് മറ്റു പലരും കോൺഗ്രസ് പാർട്ടിയെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി വളരെ മോശമായ ചില നേതാക്കന്മാരെ ചിത്രീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നു. ഇത് കർശനമായിട്ട് നിയന്ത്രിക്കാനും നിരോധിക്കാനും ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രവർത്തകന്റെ ഭാഗത്ത് പോലും അത്തരത്തിൽ ഒരു പ്രവർത്തനം ഉണ്ടാകരുതെന്ന് വളരെ ശക്തമായ നിർദ്ദേശം നേതാക്കൾക്കും പ്രവർത്തകർക്കും നൽകി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ചില നേതാക്കന്മാരെ തെറ്റായി മോശമായും ഒക്കെ ചിത്രീകരിച്ച് ആനന്ദം കണ്ടെത്തിയിട്ടുള്ള ചില ആളുകൾ, അത് മുഴുവൻ പാർട്ടി പ്രവർത്തകരുമില്ല, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരുന്ന് ഇതുപോലെ പരസ്യമായി പൊതുജന സമൂഹത്തിന് മുമ്പിൽ ഇകഴ്ത്തി കാണിച്ചിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അതൊരു മുന്നറിയിപ്പാണ്. അവർ പ്രചരിപ്പിച്ചതെല്ലാം കൃത്യമായി രേഖാസഹിതം നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട്, പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഷോക്കോസ് നോട്ടീസ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവരെയൊക്കെ സമൂഹ മാധ്യമങ്ങളിലെ പാർട്ടി വിരുദ്ധമായ നിലപാടുകൾ ഇട്ടിട്ടുള്ളവർ 24 മണിക്കൂറിനകം അത് ഡിലീറ്റ് ചെയ്യണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനാണ് തീരുമാനം. ഇത്തരത്തിൽ പാർട്ടിയിലും അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് നേതൃത്വത്തോടും അത് ഉപസമിതിയോടൊക്കെ പറയാനുള്ള അവസരം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ആരും പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന് എത്ര വലിയ നേതാവാണെങ്കിലും പിന്തുണ നൽകിയാൽ അവർക്കെതിരായുള്ള റിപ്പോർട്ടും AICC നേതൃത്വത്തിൽ നൽകാൻ വേണ്ടി നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമാണ് കോൺഗ്രസ് പാർട്ടിയിലുള്ളത്. പെട്ടെന്നുണ്ടായ തിരിച്ചടി കുറച്ചു പേർക്ക് പ്രകോപിതമായി നടത്തിയ ഒരു ചെറിയ സംഘർഷവും കയ്യേറ്റവും ഒക്കെ വളരെ അപലപനീയമാണ്. അതിന് തുടക്കത്തിൽ തന്നെ KPCC നടപടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഒരു അച്ചടക്ക രാഹിത്യവും പ്രോത്സാഹിപ്പിക്കില്ല. അത് ഒരു നേതാക്കന്മാരും മറ്റൊരു നേതാവിനെ ഇകഴ്ത്തി കാണിക്കാൻ ഒരു കാരണവശാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പൂർണ്ണ സമ്മതത്തോടുകൂടി സീനിയർ നേതാക്കന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി ഈ അനിഷ്ടമായിട്ടുണ്ടായ സംഭവങ്ങളെ അപലപിക്കുകയും അതൊന്നും ആരും പ്രോത്സാഹിപ്പിച്ചിട്ടല്ല, അത് ചില ആളുകൾ ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്തതായിരിക്കാം, പക്ഷേ സ്വാഭാവികമായിട്ടും അങ്ങനൊരു ഇതിൻ്റെ പിന്നിൽ ആരും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് പ്രഥമ ദൃഷ്ടിയുള്ളത്. അപ്പോൾ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും പ്രകോപിതരാകേണ്ട കാര്യമില്ല. കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു തിരിച്ചടി നേരിട്ടത്
തൃശ്ശൂരിന് മാത്രമല്ല കേരളത്തിലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഒക്കെ വലിയ വേദന ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമാണ് എന്നെ ചുമതലപ്പെടുത്തിയതും. ഇവിടുത്തെ സംഘടനാ പ്രവർത്തനത്തിൽ ഇനിയും തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പ് വർഷങ്ങളാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വന്നാൽ തൊട്ടടുത്ത വർഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇപ്പൊ ജനങ്ങൾ കോൺഗ്രസിനെ UDFനെ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയും ചെയ്യും. ഇവിടെ ഒരു തിരിച്ചടി ഉണ്ടായി എന്ന് കരുതി കേരളം മുഴുവൻ അങ്ങനെയല്ല. കേരളത്തിലെ ജനങ്ങൾ BJPയുടെ ഭരണത്തിനെതിരായിട്ടും കേന്ദ്ര നിലപാടുകൾക്കെതിരായിട്ടും അതുപോലെ കേരളത്തിലെ LDFനെതിരായിട്ടും CPMന്റെ നിലപാടിനെതിരായിട്ടും ശക്തമായി പ്രതികരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും വലിയ പ്രതിഷേധത്തിലാണ്. അപ്പോൾ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാൻ, ഉയർന്ന് പ്രവർത്തിക്കാൻ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാകണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ 3 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. ഒരിടത്ത് കഴിഞ്ഞ തവണ UDF അനുകൂല വ്യക്തിയാണ് ജയിച്ചത്, മറ്റു 2ഇടത്തും പരാജയപ്പെട്ടതാണ്. അതുപോലെ ബാങ്ക് തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ സാധാരണക്കാരുടെ തെരഞ്ഞെടുപ്പ് വരികയും ഇതുകൂടാതെ ഏറ്റവും പ്രധാനമായി തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് അസംബ്ലി മണ്ഡലത്തിലേക്ക് വരികയാണ്. അപ്പം അതിൻ്റെയൊക്കെ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കാനുള്ള സമയമായി. ഇനി മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു വികലമായി ചിത്രീകരിച്ചൊന്നും മുന്നോട്ട് പോകരുത് എന്നുള്ള അഭിപ്രായമാണ് എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും അത് പാലിക്കാൻ തയ്യാറാണ്. നല്ല ഒരു സമാധാന അന്തരീക്ഷത്തിൽ കോൺഗ്രസ് ശക്തമായി സംഘടനാ സംവിധാനത്തിലൂടെ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ് യോഗത്തിലുണ്ടായത്. ഈ നിർദ്ദേശം നിലവിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളവർക്കാണ്. അവർക്ക് നമ്മുടെ പാർട്ടിയുടെ മീഡിയയിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറിനകം അത്തരത്തിലുള്ള പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റുകൾ പിൻവലിക്കുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യണമെന്ന് നിർബന്ധമായും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അവർക്ക് നോട്ടീസ് നൽകും, മറ്റു നടപടികളിലേക്ക് പോകേണ്ടി വരും. തീർച്ചയായിട്ടും അത്തരത്തിൽ പോസ്റ്ററുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകർ വികാരാധിതരായിട്ട് എതിരായി പോസ്റ്റർ ഒട്ടിച്ചതാണ്. പക്ഷെ ഇതിന്റെ മറവിൽ മറ്റു ചില ആളുകളും കോൺഗ്രസിനെ എത്തി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ പാർട്ടി പ്രവർത്തകർ ജാഗ്രതയായിട്ട് ഇനിയുള്ള നാളുകളിൽ നോക്കിക്കാണണം. അത്തരത്തിൽ പരസ്യമായി വല്ല പോസ്റ്ററോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടാൻ കൂടിയുള്ള തയ്യാറെടുപ്പ് പാർട്ടിക്ക് നടത്തേണ്ടി വരും. ഇപ്പോ എന്തോ സാങ്കേതിക തകരാറുണ്ട്. എല്ലാ ക്യാമറയും കൃത്യമായി വർക്കുണ്ട്, പക്ഷെ പകുതി വർക്കുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് അതെല്ലാം പൂർവാധികം പഴയതുപോലെ തന്നെ പ്രവർത്തിക്കും. അച്ചടക്കം വളരെ പ്രധാനപ്പെട്ടത്. ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഉണ്ടാകുമ്പോൾ ആകെ ഒരു അഭിപ്രായ വ്യത്യാസവും അങ്കലാപ്പൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ മനഃപൂർവ്വം ആരെങ്കിലും പാർട്ടിയെ സമൂഹ മധ്യത്തിൽ മോശമാക്കി കാണിക്കും. ഏതെങ്കിലും നേതാവിൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കും, കർശന നടപടി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ഉണ്ടാകുമെന്നുള്ള വിവരം എല്ലാ നേതാക്കളെയും അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പരാതി അടിയും അല്ലെങ്കിൽ കയ്യേറ്റമൊക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ പരാതി വരും. ആ പരാതി പോലീസ് FIR ഇട്ട് കേസെടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പാർട്ടി നേതൃത്വം വ്യക്തമായി പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കും. പോലീസ് നടപടിയുമായിട്ട് മുന്നോട്ട് പോകണോ അതോ 2 കൂട്ടരേക്ക് വിളിച്ച് ചർച്ച ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇനിയുള്ള നാളുകളിൽ ഉപസമിതിയുടെ റിപ്പോർട്ട് കൂടെ ലഭിച്ചതിന് ശേഷം. അങ്ങനെ ഒരു സംഭവം അവിചാരിതമായി അങ്ങനെ അബദ്ധത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാൻ പറ്റിയ പാർട്ടിയാണ് കോൺഗ്രസ്. ചെറിയ തോതിലുള്ള ചെറിയൊരു സംഘർഷമാണ് ഉണ്ടായിട്ടുള്ളൂ. അതിനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി വളരെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ. അതുകൊണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ മറ്റന്നാൾ 18-ാം തീയതി തന്നെ ഈ ഉപസമിതി തൃശ്ശൂരെത്തി. അത് അങ്ങനെ ആർഭാടും ബഹളവും വെച്ചിട്ടൊന്നുമല്ല.
സീനിയർ നേതാക്കന്മാരെ മാത്രമാണ് ഉച്ചവരെ കാണുന്നത്. എല്ലാ നേതാക്കന്മാരും സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ ഉച്ചവരെ വളരെ വിശദമായി അവരുമായിട്ട് കാണും. ഉച്ചയ്ക്ക് ശേഷം പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. ആ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ 14 ബ്ലോക്ക് പ്രസിഡന്റുമാരോട് അന്ന് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രവർത്തനവും ഇലക്ഷൻ കാലത്തുണ്ടായിട്ടുള്ള പ്രവർത്തനമൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കും. ബാക്കിയുള്ള നേതാക്കന്മാരെ അടുത്ത ദിവസങ്ങളിൽ കാണാനാണ് തീരുമാനം. ഇല്ല, കെ മുരളീധരനെ ഉപസമിതി നേരിട്ട് വേറെ കാണും. അദ്ദേഹത്തിന് പരാതി ഉള്ളതായിട്ട് ഇതുവരെ അറിയിച്ചിട്ടുണ്ട്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഉന്നത നേതൃത്വത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അദ്ദേഹത്തെ KPC പ്രസിഡന്റ് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇവിടേക്ക് ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ വരുമ്പോൾ എന്നെയും ഞാനുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ആരെക്കുറിച്ചും ഒരു പരാമർശമോ പരാതിയോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം കൂടെ ഇടപെട്ട് തിരുത്തേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു പരാതിക്കാരനാവുമെന്ന് ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം കൂടെ ഇടപെട്ട് തൃശ്ശൂരിലെ സംഘടനാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. നേതൃത്വവുമായിട്ടും അങ്ങനെയാണ് അദ്ദേഹം സംസാരിച്ചതാണ് എൻ്റെ അറിവ്. ഇപ്പോ ഈ ഉപസമിതിക്ക് മുമ്പാകെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പരാജയം തിരിച്ചടി പരിശോധിക്കാനാണ് പറഞ്ഞത്. KPCC ഇനി ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലും കൂടി അവരെ ചുമതലപ്പെടുത്തുമെന്ന് അറിയില്ല. മിക്കവാറും ആയിരിക്കാനാണ് സാധ്യത. വ്യക്തമായിട്ടൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, കരുണാകരൻ, ശ്രീ K കരുണാകരൻ ലീഡർ കേരളത്തിൻ്റെ പിതാവാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിൻ്റെ മാത്രമല്ല എന്നല്ലേ, പൊതുസമൂഹത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവായിരുന്നു ശ്രീ K കരുണാകരൻ. അത് ഏറ്റവും കൂടുതൽ അവകാശപ്പെടാൻ കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരുമാണ് കഴിയും. പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ലീഡർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് നല്ല സൗഹൃദം അടുപ്പുണ്ടായിരുന്നു അറിയുന്ന ആളാണ് ഞാൻ. അപ്പോൾ അവിടെ പോകുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ പോകാതെ, അതിന് തെറ്റൊന്നുമില്ല. കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൻ്റെ അകത്ത്, പ്രത്യേകിച്ച് ഞാനൊക്കെ വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയം തുടങ്ങിയ കാലത്ത് ലീഡറെ കാണുന്നതാണ്. അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഏറ്റവും വളരെ സൗഹൃദം പുലർത്തിയിരുന്നതാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും അദ്ദേഹവുമായിട്ട് അത്രയും അടുത്ത ബന്ധമുള്ളതാണ്. ഞങ്ങളിവിടെ വരുമ്പോൾ ഇന്ന് ചുമതല ഏറ്റെടുക്കുമ്പോൾ K കരുണാകരൻ സപ്തതി മന്ദിരത്തിലാണ് ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ്. ഈ പടി കയറുമ്പോൾ ലീഡറെ ആലോചിക്കാതെ ഓർക്കാതെ ഇവിടെ ആരും കോൺഗ്രസ് പ്രവർത്തനം കയറാൻ കഴിയില്ല. ഇവിടെ വന്ന് ഇന്ദിരാഗാന്ധിക്കും അതുപോലെ മഹാത്മാഗാന്ധിക്കും പുഷ്പാർച്ചന നടത്തി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ചെയ്തത് ശ്രീ K കരുണാകരൻ ലീഡറുടെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ചാണ്. ഞങ്ങളെല്ലാവരുടെയും ഒരു മാതൃകാ പുരുഷനാണ്. പാവപ്പെട്ടവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. ഇത് രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിന് അദ്ദേഹം ചെയ്ത സംഭാവനയാണ്. സുരേഷ് ഗോപിയെ കേരളത്തിൻ്റെ പിതൃ സ്ഥാനത്ത് കരുണാകരനെ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ജനാധിപത്യ മതേതര പാർട്ടിയായ കോൺഗ്രസിനെ വീണ്ടും ശക്തമായി തൃശ്ശൂരിൽ കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അതിനുണ്ടാകണം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി ചുമതലയേറ്റ എനിക്കും ജില്ലയിലെ എല്ലാ മുതിർന്ന നേതാക്കന്മാരും പരിപൂർണ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് വളരെ വിനയപൂർവ്വം. KPC ജനറൽ സെക്രട്ടറി KPCC ജനറൽ സെക്രട്ടറി ജില്ലയുടെ ചുമതലയുള്ള പ്രതാപനും